ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാവേ. അപ്പം ഇത് കണ്ടോ, കുക്കറിൽ ഞാൻ പയർ മുളപ്പിച്ചതാണ് കേട്ടോ. ഇതൊരു 1/2 കിലോ പയറോളം ഉണ്ട്. പയർ മുളപ്പിച്ചതിന് ശേഷം അത് നന്നായിട്ട് വേവിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് പയർ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതുപോലെ ഞാൻ കടല, വൻപയർ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് നമ്മൾ കഴുകി ഒന്ന് കുതിർത്തതിന് ശേഷം നന്നായിട്ട് വേവിച്ചിട്ട് അത് തണുത്തതിന് ശേഷം പാത്രത്തിലോ പ്ലാസ്റ്റിക് പാത്രത്തിലോ അല്ലെങ്കിൽ സിപ്ലോ കവറിലോ ഇട്ടിട്ട് ഫ്രീസറിൽ കീപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓരോ ദിവസവും രാവിലെ നമുക്ക് ഈ കുക്കിങ്ങിന് വേണ്ടി എഴുന്നേൽക്കുമ്പോഴത്തേല് അത് ഭയങ്കര ഒരു ഈസി ആയിരിക്കും കേട്ടോ. നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാനും ഒക്കെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. കടല വെള്ളത്തിലിടാൻ മറന്നു പോയെന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വീണ്ടും അത് വേവിച്ചിട്ട് പിന്നെ കറി വെക്കുക, അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, പ്രത്യേകിച്ചും ജോലിയുള്ള അമ്മമാർക്കും പിന്നെ സ്കൂളിലും കോളേജിലും ഒക്കെ കുട്ടികളൊക്കെ പോകുന്നവർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിങ്ങൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ രാവിലെ ഇപ്പോൾ സാമ്പാറാണ് വെക്കുന്നത്. അപ്പോൾ സാമ്പാർ വെക്കുന്നതിലും ഞാനൊരു ഈസി മെത്തേഡ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ സാമ്പാർ കാണിക്കുന്ന. കാരണം സാമ്പാർ വെക്കുന്നത് ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ കാണിക്കുന്നത് ഈ ഒരു ഈസി മെത്തേഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഞാൻ സാധാരണ നമ്മൾ വെക്കുമ്പോഴെങ്ങനെയാണ്, കുക്കറിൽ ആദ്യം പരിപ്പ് വേവിക്കണം, പിന്നെ അതിനുശേഷം പച്ചക്കറികളൊക്കെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളതല്ലേ. അപ്പോൾ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആദ്യം കുക്കറിൽ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ടതിന് ശേഷം അതിൽ സാമ്പാർ പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ സാമ്പാർ പൊടിയൊക്കെ ചേർത്ത് വെള്ളമൊക്കെ ആവശ്യത്തിന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ വെച്ചതിന് ശേഷം ഇപ്പുറത്ത് ഞാനൊരു പാത്രത്തിൽ കണ്ടോ, ഈ കുക്കറിൻ്റെ അകത്ത് ഇരിക്കത്തക്ക രീതിയിലുള്ളൊരു പാത്രം നമ്മൾ എടുത്തു വെച്ചേക്കുക. അതിൽ ആവശ്യമുള്ള പരിപ്പ് നമ്മൾ കഴുകി വെള്ളം ഒഴിച്ച് ഇതുപോലെ മാറ്റി വെച്ചേക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ കുക്കറിൽ നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, വെജിറ്റബിൾസിൽ അപ്പോൾ സാധാരണ നമ്മൾ സാമ്പാർ വെക്കുമ്പോൾ എങ്ങനെയാണ്, അതിലേക്ക് പുളി, ഉപ്പ് ഇതൊന്നും ഇടത്തില്ലല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പച്ചക്കറിയും പരിപ്പും വേവത്തില്ല. അപ്പോൾ ഇതിലാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. ഞാൻ ഇതിലേക്ക് എന്നിട്ട് ഇത് കണ്ടോ, ഈ പരിപ്പുള്ള പാത്രം ആ കുക്കറിൻ്റെ അകത്തോട്ട് ആ വെജിറ്റബിളിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ, വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. പിന്നെ ഈ പരിപ്പിലേക്ക് ഞാനൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു എന്നേ ഉള്ളൂ. വെളിച്ചെണ്ണ നിർബന്ധമൊന്നുമല്ല. അപ്പോൾ ഞാൻ അതെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് പുളിയും ഉപ്പും അതിൽ ആഡ് ചെയ്തിട്ടില്ല എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ട് ഇതെടുത്ത് പുറത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയണേ. കാരണം ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. ഇതെനിക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേലും ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് വൺ പോട്ട് റെസിപ്പി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. കാരണം സാമ്പാറിൻ്റെ കഷ്ണങ്ങളും അതിലുള്ള സാമ്പാർ പൊടി, പുളി, ഉപ്പ് ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം പരിപ്പും ഇതുപോലെ സെപ്പറേറ്റ് വേവിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ നമ്മൾ സാധാരണ പരിപ്പൊക്കെ വേവിക്കുമ്പോഴത്തേല് പ്രഷർ കുക്കറിൻ്റെ വിസിലിൻ്റെ പുറത്തൂടെ ഇങ്ങനെ തിളച്ച് അത് തൂവത്തില്ലേ, ഇതിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് നന്നായിട്ട് വെന്ത് വരുകയും ചെയ്യും. ഒട്ടും പ്രഷറിൽ ആ വിസിലിൽ കൂടെ ഈ പരിപ്പ് തിളച്ച് പോകത്തില്ല കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ്. ഇപ്പം എന്നിട്ട് നമുക്ക് ആ കുക്കറ് നമ്മൾ എടുക്കുമ്പോൾ നോക്കുക, അതിൽ കൊള്ളാവുന്ന പാത്രവും കൂടെ നോക്കി എടുത്തിട്ട് നമ്മളിങ്ങനെ ചെയ്താൽ മതി. ഒറ്റ ട്രിപ്പിൽ തന്നെ സാമ്പാർ റെഡിയാവും കേട്ടോ. അതിനുശേഷം ഞാനിതാ ഇവിടെ അവിയൽ വെക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് ദിവസമായിട്ട് തീരെ സുഖമില്ല.
എനിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം തന്നെ എൻ്റെ ശബ്ദം കണ്ടോ, എനിക്ക് ശബ്ദം വളരെ മോശമാണ്. ശബ്ദം പോയിരിക്കുവാണ്. ത്രോട്ടിനൊക്കെ എന്തോ ചെറിയൊരു ഇൻഫെക്ഷൻ പോലെയുണ്ട്, തൊണ്ടവേദനയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ പറയുന്നത്, നമ്മുടെ ഈ ഉമിനീരൊക്കെ ഇറക്കേണ്ടി വരും. ചിലപ്പം ഇങ്ങനെ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്തിട്ട് ഒരു കിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. സോറി കേട്ടോ, വയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ ദേ ഇതുപോലെ ഞാൻ പയറ് വേവിച്ചെടുത്തിട്ട് ഞാൻ സിപ്ലോ കവറിലാക്കാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ സിപ്ലോ കവർ തീർന്നു പോയി. അപ്പം ഞാനതൊരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇതുപോലെ തണുത്തതിന് ശേഷം, നന്നായിട്ട് തണുക്കണം കേട്ടോ, തണുത്തതിന് ശേഷം അടച്ച് ഫ്രീസറിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ആവശ്യത്തിന് എടുക്കുക, ജസ്റ്റ് ഒന്ന് ഒക്കെ നേരത്തെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഐസൊക്കെ വിട്ടിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഴുക്കുവരട്ടിയാണ് വെക്കുന്നതെങ്കിൽ ഉള്ളിയൊക്കെ ഒന്ന് ഇതാക്കി വെച്ച് വഴറ്റിയതിന് ശേഷം ഇത് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിപ്പം പെട്ടെന്ന് നമുക്ക് കുക്കിംഗ് കഴിയും. പിന്നെ ഇപ്പോൾ ഇത് എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് അവിയൽ ഞാൻ സാധാരണ മൺചട്ടിയിൽ മാത്രമേ വെക്കാറുള്ളൂ. ഇപ്പോൾ കുക്കറിൽ വെക്കുവാണ്. അതാകുമ്പോഴത്തേലും പെട്ടെന്ന് വിസിൽ കേട്ട് റെഡിയായി വരും. അപ്പോൾ പച്ചക്കറിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ അത് പ്രഷർ കുക്കറിൽ വെച്ചതിന് ശേഷം ചോപ്പറിൽ ഞാൻ 2 പച്ചമുളകും കുറച്ച് കുഞ്ഞുള്ളിയും ഒരു 2 അല്ലി വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്ത് ഞാൻ ഇതിൽ തന്നെ ഒന്ന് തേങ്ങയൊക്കെ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പം നമുക്ക് തേങ്ങ ഒരുപാട് അരഞ്ഞു പോകാതെ ആവശ്യത്തിനുള്ള നമ്മുടെ ആ ഒരു പരുവമായിട്ട് കിട്ടും കേട്ടോ. അവിയലിനുള്ള പരുവത്തിൽ കിട്ടാനായിട്ട് ചോപ്പറിൽ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ ചിരണ്ടി ഫ്രീസറിൽ കീപ്പ് ചെയ്യും കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് എടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവരാണെങ്കിലും ബാച്ചിലേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ വർക്കിംഗ് വുമൻ ആണെങ്കിലും കുട്ടികളുള്ളവരൊക്കെ ആണെങ്കിലും നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ എല്ലാം പിറ്റേ ദിവസം രാവിലത്തേക്ക് നിങ്ങൾ ചെയ്യാനായിട്ട് വെച്ചേക്കരുത്. അപ്പം നിങ്ങൾ ഈ അടുക്കളപ്പണിയൊക്കെ കൂടെ കഴിയുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ടയേർഡും ആവും, എക്സോസ്റ്റഡ് ആവും, പിന്നെ ഒത്തിരി ടൈമും എടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാലായിട്ട് പിന്നെ നമുക്ക് വലിയ ജോലിയില്ല. 1 മണിക്കൂറിൻ്റെ അകത്ത് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ എപ്പോഴും തലേദിവസം തന്നെ നമ്മൾ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക. വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കുക, സവാള, ഉള്ളി, വെളുത്തുള്ളി ഇതൊക്കെ തൊലി കളഞ്ഞ് വെച്ചേക്കുക. അങ്ങനെ വീട്ടിലിപ്പോൾ വയസ്സായ അമ്മമാരുണ്ടെങ്കിൽ അവരെ കൊണ്ടൊന്നൊന്ന് ഉള്ളിയൊക്കെ പൊളിപ്പിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാലായിട്ട് അവർക്ക് ഒരു ടൈം പാസ്സും ആവും, നമുക്കതൊരു വലിയൊരു ഹെൽപ്പും ആവും. എന്നിട്ട് ചെറിയ കുട്ടികൾ ഒരു 10-11 വയസ്സുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ടും അപ്പോൾ അവർ ചെറിയ ജോലിയിൽ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയും ചെയ്യാം. നമുക്കതൊരു ഹെൽപ്പും ആവും. അവർ ജോലികൾ പഠിക്കുകയും ചെയ്യും. കിച്ചണുമായിട്ട് അവർക്കൊരു എന്താ പറയുന്ന ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ പെട്ടെന്നൊരു കിച്ചണിൽ കയറി ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികൾ എപ്പോഴും കുട്ടികളെ കൊണ്ടും കൂടി ഇൻവോൾവ് ചെയ്ത് ചെയ്യിപ്പിക്കുക. വലിയ ജോലികൾ ചെയ്യിപ്പിക്കണമെന്നല്ല. അപ്പോൾ അവർക്ക് ഇപ്പം എന്തൊക്കെയാണ് പൊടികളെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നോ ഒക്കെ ഉള്ള ഒരു ഐഡിയ അവർക്കും കിട്ടും. അപ്പോൾ നമ്മൾ ഇത്തിരി വയ്യാതെയൊക്കെ കിടക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ വലിയ രീതിയിലല്ലെങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ പച്ചക്കറിയൊക്കെ അവിയലിൻ്റെ പച്ചക്കറിയൊക്കെ കുക്കറിൽ വെച്ചിട്ട് ഞാൻ ഈ തേങ്ങയും അതിലേക്ക് പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് കുഞ്ഞുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം ഇത്ര ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് അത് പിന്നെ ഞാൻ അവിയൽ സാധാരണ എപ്പോഴും തൈരാണ് ചേർക്കാറ്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന തൈര് കേടായിപ്പോയി. അപ്പോൾ ഞാൻ കുറച്ച് പുളിയാണ് ചേർത്തത് കേട്ടോ. പുളി ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ കേട്ടാൽ മതി. പക്ഷെ ഏത്തയ്ക്ക നമ്മൾ ചേർക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വേറെ നമ്മൾ ഒരു ഏത്തയ്ക്കയ്ക്ക് പകരമുള്ള ആ കായാണ് ഇടുന്നതെങ്കിൽ ഒരു വിസിൽ മതി. ഏത്തയ്ക്ക ഇടുമ്പോൾ ഏത്തയ്ക്കയ്ക്ക് കുറച്ചും കൂടെ വേവുണ്ട്. അപ്പോൾ ഒരു 2 വിസിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലായിട്ട് നമ്മുടെ
അവിയൽ റെഡിയാവും കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അവിയലാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് ഈസി മെത്തേഡ്. മറ്റേതാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റിയാണ്, പക്ഷേ ഇതിലും വലിയ ടേസ്റ്റ് കുറവായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ജോലികൾ ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതും അതെ, ഒരു 1 പോട്ട് റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ എല്ലാ റെസിപ്പീസും ഇങ്ങനെ 1 പോട്ട് റെസിപ്പീസ് ആയിരുന്നു. കാരണം വയ്യാത്തത് കൊണ്ട് നമുക്ക് ഒത്തിരി ബോഡിക്ക് സ്ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ചെയ്തു പോകുന്നേയുള്ളൂ. അപ്പോൾ രാവിലെ അരി സാധാരണ ഞാൻ തെർമൽ കുക്കറിലാണ് ചോറ് വെക്കുന്നത്. അത് ഞാൻ രാവിലെ മറന്നുപോയി ചോറ് വെക്കാനായിട്ട്. അപ്പോൾ ഡാനി ഇക്രു ഉണ്ട്, അവർക്ക് രാവിലെ ചോറ് കൊടുക്കണം. ഡാനി ഇക്രു എൻ്റെ ഡോഗ്സ് ആണ്. അപ്പോൾ അവർക്ക് രാവിലെ ചോറ് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് അവർക്ക് ഞാൻ രാവിലെ എഴുന്നേറ്റ് പിന്നെ കുക്കറിൽ ചോറ് വെച്ചിട്ട് ഞാൻ ഈ ജഗ്ഗിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ പോരാത്ത വെള്ളം ഈ തിളച്ച വെള്ളവും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് ഉപ്പ് ഇട്ടിട്ട് വാർത്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് കുക്കറിൽ ചോറ് വയ്ക്കുമ്പോഴത്തേലും ഒത്തിരി കുഴഞ്ഞു പോകുന്നു എന്നൊക്കെ. എനിക്ക് തോന്നിയിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കുക്കറിൽ എത്ര ഇപ്പം നമ്മുടെ 5 ലിറ്റർ കുക്കറാണെങ്കിൽ അതിലൊരു 1.5 ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിൽ ഒരു 1.5-2 ഗ്ലാസ് അരിയേ ഇടാവുള്ളൂ. നമ്മൾ ഒരുപാട് അരി കൂടുതലിട്ട് ഇപ്പം കുക്കറിന് കൊള്ളാവുന്നതിൻ്റെയൊന്നും കൂടുതലാവുമ്പോഴത്തേല് ചോറ് കുഴഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. കാരണം വെള്ളമൊക്കെ കുറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പം നമ്മൾ കറക്റ്റ് അതിന് പാകാവുന്നുള്ള രീതിയിൽ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ചോറ് ഇതിൽ കിട്ടും കേട്ടോ. നമ്മൾ സാധാരണ വേവിച്ചെടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ തെർമൽ കുക്കറിൽ വെച്ചെടുക്കുന്നത് പോലെ തന്നെ നല്ലതായിട്ടുള്ള ചോറ് റെഡിയായിട്ട് കിട്ടും കേട്ടോ. നല്ലതായിട്ട് ഇങ്ങനെ ഒറ്റയായിട്ട് ഇരിക്കുന്ന ചോറ് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ കുഴഞ്ഞൊന്നും എനിക്കിതുവരെ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അങ്ങനെ പറയുന്നവർ, എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇത് തന്നെയാണ്. ഓവറായിട്ട് അരിയൊക്കെ ഇടുമ്പോഴത്തേലും അത് കുഴഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ചോറും റെഡി ആയിട്ടുണ്ട്, സാമ്പാർ ഒരു ഭാഗത്ത് റെഡി ആയിട്ടുണ്ട്, അവിയലും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അറ്റ് എ ടൈം തന്നെ ഇത്രയും കാര്യങ്ങൾ റെഡിയായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനുള്ളിൽ എനിക്ക് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ അപ്പം തന്നെ ഞാൻ ഇത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കഴുകിയെടുക്കും. പക്ഷേ ഇന്ന് ഞാൻ ഇത്രയും വയ്യാതെ നിൽക്കുന്നതുകൊണ്ട് സാഞ്ചേട്ടൻ വന്ന് എനിക്ക് പാത്രങ്ങളൊക്കെ കഴുകി തന്നു കേട്ടോ. അപ്പോൾ അതൊരു ഭയങ്കര ഹെൽപ്പായി. എനിക്കങ്ങനെ പാത്രം കഴുകാൻ മടിയൊന്നുമില്ല. സാഞ്ചേട്ടൻ പറഞ്ഞ് കൈയൊന്നും വയ്യാത്തല്ലേ, ഞാൻ കഴുകിക്കോളാമെന്നും പറഞ്ഞിട്ട് സാഞ്ചേട്ടൻ അങ്ങ് കഴുകി തന്നു. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാനിപ്പോൾ യോഗയും ഇതും എക്സസൈസും ചെയ്യുന്നുണ്ട്. അപ്പം രണ്ടും കൂടെ ആയപ്പോഴത്തേൽ ഒരുപാട് എന്താ പറയുന്നത്, നമ്മുടെ ഫിസിക്കൽ എക്സേർഷൻ കൂടിയപ്പോഴത്തേൽ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ഇങ്ങനെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ സ്ട്രെങ്തൻ ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ചെയ്യരുത്, ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ബോഡിക്ക് നമ്മൾ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം വരാനാണ് സാധ്യത. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതെന്നാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് കേട്ടോ. എന്നാലും പെയിനൊക്കെ ഉണ്ട്. എന്നാലും ഞാനിങ്ങനെ എക്സസൈസും യോഗയും ഒക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം ആദ്യം ചെയ്തപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചും കൂടെ ബോഡി ഇപ്പം അതിനോട് അഡ്ജസ്റ്റായി വരുന്നുണ്ട്. എന്നാലും പെയിനൊന്നും മാറിയിട്ടില്ല. ഇപ്പോഴും ഡോക്ടറിനെ കാണിക്കുന്നുണ്ട്, മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാറിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പം നമ്മുടെ പരിപ്പൊക്കെ കറക്റ്റായിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്ക് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം
പിന്നെ ഇപ്പോൾ സാമ്പാർ ഇതിൽ എനിക്ക് മുളക് പൊടിയൊക്കെ ഭയങ്കര കുറവായിട്ടാണ് തോന്നിയത് കേട്ടോ. സാമ്പാർ പൊടിയിലുള്ള എനിക്ക് പോരാതെ എപ്പോഴും വരാറുണ്ട്. അപ്പം ഞാൻ സാമ്പാർ പൊടിയിട്ട് സാമ്പാർ വെച്ചിരുന്നിരുന്നാലും കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും ഉലുവപ്പൊടിയും ഒക്കെ ഞാൻ കുറച്ച് ഈ എണ്ണയിൽ ഇത് കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പുറത്ത് കാച്ചുന്നത്. അപ്പം കുഞ്ഞുള്ളിയും കറിവേപ്പില ഇട്ട് നന്നായിട്ട് അതൊന്ന് മൂത്തതിന് ശേഷം കുറച്ച് പൊടികളും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ കാച്ചി ഇതിലോട്ട് ഒഴിക്കും. അപ്പോഴാണ് നമ്മുടെ സാമ്പാർ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ. ഇങ്ങനെ എടുക്കുന്നവരുണ്ട്, പക്ഷെ എനിക്ക് ഇങ്ങനത്തെ സാമ്പാർ അത്ര ഇഷ്ടമില്ല. എനിക്ക് കുറച്ച് റെഡ് കളറിലൊക്കെ ഇരിക്കുന്ന സാമ്പാർ തന്നെയാണ് ഇഷ്ടം. അപ്പം അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇതിലൊട്ടും ഇല്ലല്ലോ, അതുകൊണ്ട് ആവശ്യത്തിന് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരല്പം കായപ്പൊടിയും ഒരല്പം ഉലുവപ്പൊടി അത്രയും ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ സാമ്പാറും റെഡിയാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോ ഈസി എന്താ പറയുന്നത് കുക്കിംഗ് ടിപ്സ് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരിക്കലും കുക്കിംഗ് ഒരു എന്താ പറയുന്നത് ഒരു ബേർഡനായിട്ടോ അതൊരു ഭയങ്കര ഇതായിട്ടോ നമുക്ക് തീരെ പറ്റാത്ത കാര്യമായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടോ ഒന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ ചെറുപ്പം മുതൽ മീൻസ് ഞാൻ കുക്കിംഗ് തുടങ്ങിയ കാലം മുതൽ ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ വെജിറ്റബിൾസ് വെച്ചും ഫിഷ് ആണെങ്കിലും കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കും. ഉള്ളി സവാള ഇങ്ങനെയുള്ളതെല്ലാം പ്രെപ്പ് ചെയ്ത് വെക്കും. അങ്ങനെ ചെയ്ത് ശീലിച്ചത് കൊണ്ട് എനിക്കിത് എപ്പോഴും ഒരു അരമണിക്കൂർ 1 മണിക്കൂറിനകത്ത് തന്നെ എൻ്റെ കുക്കിങ് കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ നിന്ന് പുറത്ത് കിടക്കും കേട്ടോ. എനിക്ക് കുക്കിംഗ് ഇതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഈ ഫുൾ ടൈം ഇങ്ങനെ കിച്ചണിൽ തന്നെ സ്പെൻഡ് ചെയ്യുന്നതിനോട് എനിക്ക് ഭയങ്കര മടുപ്പാണ്. ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്, രാവിലെ കിച്ചണിൽ കയറിയ അവർ രാത്രി ആയിരുന്നിരുന്നാലും അവർക്ക് കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങാൻ സമയം ഉണ്ടാവില്ല. എന്താ പണിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്, ചോറും കറിയും ബ്രേക്ക്ഫാസ്റ്റും ഇത് തന്നെയാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങാൻ സമയം ഇല്ല. അപ്പോൾ എനിക്ക് അങ്ങനെ കിച്ചണിൽ തന്നെ ഇങ്ങനെ രാപ്പകൽ നിൽക്കുന്നതിനോട് ഒട്ടും യോജിപ്പുള്ള ആളല്ല. എനിക്ക് എൻ്റെ പണികൾ എത്രയും വേഗം തീർക്കുക, എത്രയും വേഗം കിച്ചൺ ക്ലീൻ ചെയ്യുക, പുറത്തിറങ്ങുക. പിന്നീട് എനിക്ക് ഒരുപാട് അല്ലാതെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ സമയമൊക്കെ വേണ്ടേ, പിന്നെ വീട്ടിൽ അല്ലാതെയും ജോലികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നിന്ന് കഴിഞ്ഞാൽ വേറെ ഒന്നിനും സമയം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ തന്നെ കണ്ടെത്തുക. അപ്പോൾ ഇങ്ങനെയുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിച്ചു വെച്ച് നമ്മൾ കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങിയാലേ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ടൈം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വല്ല വായനയ്ക്കായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിനോ. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഹോബീസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ ഹോബീസൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് അത് ഹെൽപ്ഫുൾ ആകും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ഈ കാര്യങ്ങൾ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളത് എന്നെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ സാമ്പാർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അവിയലും നമ്മുടേത് നല്ലതായിട്ട് വെന്ത് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൽ ഒരിത്തിരി വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ അതിനെ ഒന്ന് വറ്റിച്ച് കളയുകയാണ് ഞാൻ. അതിനുശേഷം അതിലേക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാലായിട്ട് നമ്മുടെ അവിയലും റെഡിയാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻ. സാമ്പാർ, അവിയൽ ഇതായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ മീൻ വറുക്കാനുണ്ടായിരുന്നു. അപ്പോൾ മീൻ ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ഉണ്ണാൻ സമയത്താണ് വറുത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ അവിയലൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു രാവിലെ ഒരു 7-7:30 മണിയായപ്പോഴേക്കും തന്നെ എൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ മീനൊക്കെ വറുക്കുന്നത് ഞാൻ എപ്പോഴും കഴിക്കുന്നതിന് മുന്നായിട്ട് തന്നെ മീൻ വറുത്തുള്ളൂ. അപ്പോൾ ആ മീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി വയ്യാതെ ഇരിക്കുമ്പോൾ നമ്മൾ ഒത്തിരി ടയേർഡായി പോവും. പിന്നെ നമ്മൾ ഈ കുക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഷൂട്ടും കൂടെ ചെയ്യുമ്പോഴത്തേലും അത് കുറച്ചും കൂടെ നമുക്കൊരു എന്താ പറയുന്ന കുറച്ചും കൂടെ ഒരു സ്ട്രെയിൻ വരും. കാരണം ഓരോയിടത്തും ക്യാമറ ഇങ്ങനെ വെച്ച് എടുക്കാനായിട്ട്.
അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം രാവിലെ തന്നെ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. ഇക്രൂനും ഡാനിക്കും ആദ്യമായിട്ട് കാണുന്നവർക്ക് ആണെങ്കിൽ ഇതാണ് എൻ്റെ ഡാനിയും ഇക്രൂവും കേട്ടോ. അവർക്ക് ആൻറ്റി റാബീസിനുള്ള വാക്സിനേഷൻ എടുക്കാനായിട്ട് ഡോക്ടർ വന്നതാണ്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ ഇതാണ്, ഡോക്ടർ രാജേശ്വരി. ഡോക്ടർ ഇവർ ചെറുപ്പം മുതലേ ഡോക്ടർ തന്നെയാണ് ഇവരെ ട്രീറ്റ് ചെയ്യുന്നത്. ഡോക്ടർ വീട്ടിൽ വന്ന് തന്നെയാണ് ഇതൊക്കെ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുന്നത്. അപ്പം എന്ത് അസുഖം വന്നിരുന്നാലും ഞാൻ ഡോക്ടറിനെ വിളിക്കും. അവസാനം ഡോക്ടറുടെ കയ്യിൽ നിൽക്കത്തില്ല. ചിലപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇക്രൂനിടയ്ക്ക് വയ്യാണ്ടിരുന്നപ്പോഴത്തേല് സ്കാനിങ്ങിനൊക്കെ കൊണ്ടുപോകണമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ മാത്രമേ എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ മാഡം തന്നെ വീട്ടിൽ വന്നിട്ട് ഇവരെ ഇഞ്ചക്ഷൻസും കാര്യങ്ങളൊക്കെ എടുത്തു തരും കേട്ടോ. അപ്പോൾ ഇഞ്ചക്ഷൻ ഡോക്ടറിനെ ഇതാണ് ഇക്രു കേട്ടോ. ഇക്രുവിന് നന്നായിട്ട് അറിയാം, എല്ലാവരെയും അറിയാം കേട്ടോ. ഇക്രു കയറി ഒളിച്ച് വാഷിംഗ് മെഷീൻ്റെ അടിയിൽ പോയി കിടക്കും. അവൻ്റെ വിചാരം അവിടുന്ന് ആർക്കും അവനെ എടുക്കാൻ പറ്റില്ലെന്നാ. ഇഞ്ചക്ഷൻ കൊടുക്കുമെന്ന് അറിയാം, ഡോക്ടറിനെ കണ്ടറിയാം ഇഞ്ചക്ഷനോ മരുന്നോ എന്തോ ആയിട്ടാണ് ഡോക്ടർ വരുന്നത്. മെയിൻലി ഇഞ്ചക്ഷൻ കൊടുക്കാനായിരിക്കും ഡോക്ടർ വരുന്നത്. അല്ലെങ്കിൽ ഡോക്ടർ എനിക്ക് വാട്സാപ്പ് ചെയ്യത്തേ ഉള്ളൂ മരുന്നുകളൊക്കെ. ഞാൻ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഡോക്ടർ അതിനുള്ള മെഡിസിൻസ് എനിക്ക് വാട്സാപ്പ് ചെയ്ത് തരും. ഞാൻ മേടിച്ച് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ഇഞ്ചക്ഷൻ ഉള്ളപ്പോഴാണ് ഡോക്ടർ വരുന്നതെന്ന് അവനറിയാം. അതുകൊണ്ട് അവൻ ഒളിച്ചിരിക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതാ വാക്സിൻ എടുത്തു. അപ്പം ഇയർലി ഞങ്ങളിങ്ങനെ വാക്സിൻ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നിട്ട് കണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ മേളിൽ നിന്ന് താഴെ ഇറങ്ങാൻ പറ്റാത്തവനാ, എന്നിട്ട് ചാടി ഓടിപ്പോയി. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും വാക്സിനേഷനും കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം ഒരു 10 മണി മുതൽ 11 മണി വരെ എനിക്ക് യോഗ ടൈമാണ്. അപ്പോൾ എൻ്റെ യോഗയാണ് കേട്ടോ ഈ നടക്കുന്നതൊക്കെ. അപ്പോൾ വൈകിട്ട് 7 തൊട്ട് 8 വരെയാണ് എനിക്ക് എക്സസൈസസും കാര്യങ്ങളും. ഇത് രാവിലെ യോഗയാണ് ചെയ്യുന്നത്. യോഗ ചെയ്യുന്നത് എനിക്ക് മെൻ്റലി കുറച്ച് സ്ട്രെസ് ഫ്രീ ആവാനും പിന്നെ നമ്മുടെ ബോഡിക്കും ഫിസിക്കലി ആൻഡ് മെൻ്റലി യോഗ വളരെ നല്ലതാണ്. അപ്പോൾ കുറച്ച് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് യോഗയിൽ കൂടെ കിട്ടാറുണ്ട്. പിന്നെ സൂര്യ നമസ്കാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതും ചെയ്യാറുണ്ട്. പിന്നെ വൈകിട്ട് ഫ്ലോർ എക്സസൈസസ് ആണ് കൂടുതലും ചെയ്യുന്നത്. അത് എൻ്റെ ഈ വെയിറ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി എക്സസൈസസ് ചെയ്ത് തുടങ്ങിയതും എല്ലാം. പക്ഷെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ചെയ്യരുത്, രണ്ടും കൂടി ആകുമ്പോഴത്തേലും ഭയങ്കരമായിട്ട് ബോഡിക്ക് പ്രശ്നം ഉണ്ടാവും എന്ന് പറയുന്നു. പിന്നെ ഞാൻ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞില്ലേ, പക്ഷെ വെയിറ്റ് ഒന്നും അങ്ങനെ ലോസ് ആവുന്നില്ല. കാരണം എനിക്കിപ്പോൾ ഇത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, ടോട്ടൽ ഹിസ്റ്ററക്ടമി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ആ ഹിസ്റ്ററക്ടമി കഴിയുമ്പോഴത്തേലും നമ്മുടെ ബോഡിയിൽ വെയിറ്റ് കുറച്ച് ഗെയിൻ ചെയ്യും. കാരണം ഹോർമോൺസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പിന്നെ വാട്ടർ റിറ്റൻഷൻ കൂടും എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെയും കൂടെ കൊണ്ട് എനിക്ക് ബോഡിയിലെ വെയിറ്റ് ഇപ്പം നന്നായിട്ട് കൂടി വരികയാണ്. അപ്പോൾ ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇത് ചെയ്തിട്ടും എനിക്ക് വലിയ വ്യത്യാസം വരുന്നില്ല. ഡോക്ടർ പറഞ്ഞു വെയിറ്റിനെ കുറിച്ച് ബോദർ ചെയ്യേണ്ട ഷിബി. ഷിബി ജസ്റ്റ് ഇപ്പം ഹെൽത്തിനെ കുറിച്ച് മാത്രം ബോദർ ചെയ്താൽ മതി. കാരണം ഹെൽത്ത് ഇംപ്രൂവ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ബോഡിക്ക് വെയിറ്റ് ലൂസിങ്ങിൻ്റെ എന്തെങ്കിലും ചെയ്യാം. പിന്നെ ഇതിപ്പോൾ ഈ ഒരു 7-8 മാസം വരെയും ഒരു 1 ഇയർ വരെയും നമുക്ക് എത്ര ശ്രമിച്ചിരുന്നിരുന്നാലും ഈ ഹിസ്റ്ററക്ടമി കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് ബോഡി കുറച്ച് ഇതായിക്കൊണ്ടിരിക്കും, വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ബോദർ ചെയ്യണ്ട. ബട്ട് ഹെൽത്തി ആയിരിക്കുക, മസിൽസൊക്കെ നല്ല സ്ട്രെങ്തൻ ആയിട്ടിരിക്കുക. ഇപ്പോൾ ഞാനിത് ചെയ്യാൻ തുടങ്ങിയ എൻ്റെ മസിൽസൊക്കെ വളരെ വീക്കായി, ഭയങ്കര ലൂസായി, അങ്ങനെയൊക്കെ വന്ന സിറ്റുവേഷനിലാണ് ഞാനിത് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് ചെയ്യാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ഒരു എനർജി ഉണ്ട്, വയ്യായ്ക ഉണ്ടെങ്കിലും കുറച്ചൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ, രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത് കാണുന്നവരേക്കും ബൈ ബൈ.